ആദ്യം തന്നെ മാതാവിനും ഈശോയ്ക്കും ആയിരം കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അച്ചാമ്മ. ഞാൻ മൂവാറ്റുപുഴ ഊരമന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 48 വർഷമായിട്ട് ഇടത് ചെവിക്ക് കേൾവിയില്ലായിരുന്നു. എനിക്ക് ചെവിക്കുള്ള കേൾവി തിരിച്ചു കിട്ടി. ഞാൻ കഴിഞ്ഞ വർഷം 18/1/2020 ഉടമ്പടി എടുത്തതായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് ജോലിയില്ലായിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിച്ചു. അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 3-4 ദിവസത്തേക്ക് എനിക്ക് എൻ്റെ ഭർത്താവിന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ കൊച്ച് നിലപ്പുറത്തു നിന്ന് 25 അടി പൊക്കത്തിൽ നിന്ന് താഴേക്ക് വീണു. കൂട്ടത്തിലുണ്ടായിരുന്ന പിള്ളേർക്കൊക്കെ ഒത്തിരി ഇത് പറ്റിയെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ കൈയുടെ കുഴ മാത്രം തന്നെ, വേറെ ഒരു കുഴപ്പമില്ലാതെ, ഒരു ദേഹത്തെ തൊലി പോലും പോകാതെ അമ്മ കാത്തു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൈ മുറിഞ്ഞ് ഞരമ്പ് മുറിഞ്ഞു എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. കോലഞ്ചേരിക്ക് കൊണ്ടുകളാൻ പറഞ്ഞു മൂവാറ്റുപുഴയിൽ. അവിടെ കൊണ്ടുവന്നപ്പം പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, 55,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കോട്ടയത്തിന് പൊയ്ക്കോളാമെന്ന്. അവിടുന്ന് അവർ കൈ ശരിക്ക് കെട്ടിയൊക്കെ വിട്ടു. കോട്ടയത്ത് ചെന്ന് ഡോക്ടർമാർ പരിശോധിക്കുമ്പം ഞരമ്പ് മുറിഞ്ഞിട്ടില്ല, ഒന്നും മുറിഞ്ഞിട്ടില്ല, 3 കുത്തിക്കെട്ടിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ അവിടെയും കാത്തു ഞങ്ങളെ. പിന്നെ എൻ്റെ മകൾ 5-6 വർഷമായിട്ട് മിണ്ടാതെ ഞങ്ങളോട് സംസാരിക്കുകയൊന്നും ചെയ്യല. ഞങ്ങൾ ഫോൺ വിളിച്ചാൽ അവരോട്ട് എടുക്കുകയില്ലാതെയായി. അത് കഴിഞ്ഞ് അവർ വന്നു സംസാരിക്കുകയും മിക്കവാറും വരികയും ഇന്നലെയും വന്നേച്ച് പോയി. പിന്നെ അവർക്കൊരു വീടിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അവർ മിണ്ടാത്തതുകൊണ്ട് അവർക്ക് വീടോ സ്ഥലമോ ഉണ്ടോയെന്നൊന്നും നമുക്കറിയാം. സ്ഥലം ഉണ്ടായിരുന്നു, അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് വേറെ അവരുടെ നിന്ന് ബാക്കി പൈസ മേടിച്ചിട്ട് ബാക്കി പൈസയും കണ്ടിട്ട് 3 സെൻറ്റ് സ്ഥലവും മേടിച്ച് പെരയും പണിത് 3/4 ഭാഗമാക്കിയിട്ടൊക്കെയാണ്. ബാക്കി പണി അമ്മ മാതാവ് അവർക്ക് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിരിക്കുന്നു.